നമ്മൾ നിൽക്കുന്നത് കുട്ടിക്കാനത്താണ് കേട്ടോ. കുട്ടിക്കാനം ഇന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് വന്നേക്കുന്നത് ഞാൻ. അതും ബൈക്കിലാണ് വന്നേക്കുന്നത്. കുട്ടിക്കാനത്ത് ഒട്ടനവധി നിരവധി സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഏകദേശം 5-8 സ്പോട്ടുകളോളം ഉണ്ട് നമുക്ക് കാണാനായിട്ട്. അതുകൂടാതെ തന്നെ ഹിഡൻ ആയിട്ടുള്ള ധാരാളം സ്പോട്ടുകളുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇങ്ങനെ ധാരാളം സ്പോട്ടുകളുണ്ട് കേട്ടോ. അവയെല്ലാം തന്നെ ഇന്ന് നമുക്ക് കണ്ടുവരാം. നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴാണ് പോയി വരാം അല്ലേ. നമ്മൾ വന്നേക്കുന്നത് അപ്പം ബൈക്കിലാണ് നമ്മൾ ഇന്ന് കുട്ടിക്കാനം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് KK റോഡ്, കോട്ടയം കുമളി റോഡിലൂടെയാണ് കേട്ടോ. മുണ്ടക്കയത്ത് നിന്ന് ഏകദേശം കുട്ടിക്കാനം വരെ 21 കിലോമീറ്ററോളം ദൂരം വരും. ഇതിനിടയ്ക്ക് ധാരാളം സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ടുണ്ട്. അതിൽ വരുന്ന ഫസ്റ്റ് സ്പോട്ടിലേക്കാണ് നമ്മളിപ്പം പോകുന്നത്, പാഞ്ചാലിമേട്. ഇതേ നമ്മൾ കാണുന്ന മുറിഞ്ഞപുഴ ടൗൺ ആണ് കേട്ടോ. മുറിഞ്ഞപുഴ ടൗണിൽ നിന്ന് റൈറ്റ് കയറിയിട്ട് ഏകദേശം 4.5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ പാഞ്ചാലിമേട് എത്തും. നമ്മൾ സഞ്ചരിക്കുന്ന ഈ റോഡ് നല്ല അടിപൊളി റോഡാണ് കേട്ടോ. ഈ 4.5 കിലോമീറ്റർ കുന്നുകൾ, നല്ല കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും നല്ല വളവുകളും ഒക്കെ നിറഞ്ഞ അടിപൊളി ഒരു വഴിയിലൂടെയാണ് നമ്മൾ പാഞ്ചാലിമേടിലേക്ക് എത്തുന്നത്. അങ്ങനെ നമ്മളിത് പാഞ്ചാലിമേടിന്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6:30 വരെയുള്ളൂ നമുക്ക് ഇതിനകത്ത് കയറാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെയായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അപ്പോഴേ ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു കേട്ടോ. അഡൾട്ടിന് ഒരാൾക്കാകുന്നത് 25 രൂപയും കൊച്ചുകുട്ടികൾക്ക് ആകുന്നത് 15 രൂപയാണ് എൻട്രി ഫീസ് എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ ഒരു കൽവണ്ടവം ഒക്കെ ഉണ്ട് കേട്ടോ. മഞ്ഞുകാലത്ത് മഴക്കാലത്തൊക്കെ വരികയാണെങ്കിൽ നല്ല പച്ചിപ്പും കോടയും കോടമഞ്ഞും ഒക്കെ തന്നെ ആസ്വദിക്കാൻ പറ്റിയൊരു ഇടം കൂടിയാണ് പാഞ്ചാലിമേട്. നമുക്ക് കൽമണ്ഡപത്തിന്റെ അകത്തേക്ക് കയറാം. വനവാസ കാലത്ത് പഞ്ചപാണ്ഡവരുമൊത്ത് പാഞ്ചാലി താമസിച്ച ഇടമായിട്ടാണ് ഈ പാഞ്ചാലിമേട് ഐതിഹ്യങ്ങളിൽ അറിയപ്പെടുന്നത്. അതിമനോഹരമായ ഒരു കൽമണ്ഡപം നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് ഏറെ നേരം ഇരുന്ന് ഭംഗികളേറെയും ആസ്വദിക്കാൻ പറ്റും. ഇത് വേനൽക്കാലം ആയതിനാൽ അത്രയ്ക്ക് ഭംഗിയൊന്നും നമുക്ക് ഇപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നില്ല. മഴക്കാലത്തും മഞ്ഞുകാലത്തും ഒക്കെ വന്നു കഴിഞ്ഞാൽ കോട മൂടിയ അതിമനോഹരമായ കാഴ്ച ഇവിടെയുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. ഏകദേശം 350 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സിപ്പ് ലൈന് നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ VR ഗ്ലാസ്, ടോയ് കാർ, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ നമുക്കുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് സിപ്പ് ലൈനിൻ്റെ ടവറാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് നമ്മൾ നേരെ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ കുരിശുമല കാണാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ പണ്ടുണ്ടല്ലോ നമ്മൾ ബൈക്കിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ബൈക്കൊന്നും കയറ്റി വിടത്തില്ല. സിപ്പ് ലൈനാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ ടവറാണ് ഈ കാണുന്നത്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ, ഡിസംബർ മാസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഇവിടെ വരുമ്പോഴേ രാവിലെ ഒരു 8 മണിക്ക് മുമ്പായിട്ട് വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ. അതുപോലെ തന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ മഞ്ഞൊക്കെ തന്നെ ആ ടൈമിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോഴും വേനലായതുകൊണ്ട് ആ കാണുന്നത് പാഞ്ചാലിമേട് ദേവീക്ഷേത്രമാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്നൊരു വ്യൂ ഉണ്ട്, അത് അടിപൊളിയാണ് കേട്ടോ. അപ്പോഴ് വേനലായതുകൊണ്ടുണ്ടല്ലോ നമ്മളൊരു ഏകദേശം ഒരു 10 മണിക്ക് മുമ്പായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പാഞ്ചാലിമേട് മണ്ഡപമുണ്ട്. ഇവിടെ ഇതുപോലുള്ള ഒരുപാട് മണ്ഡപങ്ങളും കുരിശുകളും ഒക്കെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങ് മുകളിലായിട്ട് ഒരു വലിയൊരു കുരിശും ഒക്കെ തന്നെ സ്ഥാപിച്ചേക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 10 മണിക്ക് മുമ്പ് നമ്മൾ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ചൂടില്ലാതെ നല്ല രീതി, ഇത് സിപ്പ് ലൈനാണ് കേട്ടോ, എൻഡാണ് സിപ്പ് ലൈനിൻ്റെ, ചൂടില്ലാതെ വലിയ ചൂടില്ലാതെ അവിടെയാണ് സിപ്പ് ലൈന്. അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം വലിയ ചൂടില്ലാതെ തന്നെ നമുക്ക് ഇവിടെ കണ്ട് ആസ്വദിച്ച് മടങ്ങാനായിട്ട് പറ്റും. ഡിസംബർ മാസമൊക്കെ വരികയാണെങ്കിലുണ്ടല്ലോ ഇവിടെ ഫുള്ള് കോടയായിരിക്കും കേട്ടോ, ഒന്നും തന്നെ കാണാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നല്ല പച്ചിപ്പായിരിക്കും. ആ ക്ഷേത്രത്തിന് മുകളിൽ, ക്ഷേത്രത്തിന് മുമ്പിൽ വലിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെയായിട്ട്. അവിടെ നിന്നാൽ നല്ല രീതിയിലുള്ള കാറ്റൊക്കെ ആസ്വദിച്ച് നല്ല രീതിയിൽ കാഴ്ചകൾ കണ്ട് മടങ്ങാം. നമ്മൾ പാഞ്ചാലിമേടിൽ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മൾ KK റോഡ്, കോട്ടയം കുമളി റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ റോഡിൽ തന്നെയാണ് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് ഉള്ളത്. നമ്മൾ ബസ്സിൽ വരുമ്പോഴും അല്ലാതെ വരുമ്പോഴും ഒക്കെ തന്നെ ഇവിടെ ഇറങ്ങി കാഴ്ചകൾ ഏറെ ആസ്വദിച്ച് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത് അല്ലേ. അത്രയ്ക്ക് മനോഹരമായ ഒരിടമാണ് ഇവിടെ. നമ്മൾ കോട്ടയത്തു നിന്ന് വന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം നമ്മൾ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിന്റെ അവിടെ എത്തി. വേനലായതുകൊണ്ട് വെള്ളം ഒന്നും തന്നെ ഇല്ല കേട്ടോ. അതിമനോഹരമായ കാഴ്ചകൾ ഏറെ നമുക്ക് സമ്മാനിച്ച ഒരു വെള്ളച്ചാട്ടമാണ് ഇത്. വേനൽ സമയത്ത് വറ്റി വരണ്ട് കിടക്കുന്നത് അല്ലേ. ഇപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ പാറക്കെട്ടുകൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങ് ദൂരെയുള്ള കാഴ്ചകൾ വരെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കും. വെള്ളം വരുന്ന സമയത്തുണ്ടല്ലോ, മഴക്കാലത്തുണ്ടല്ലോ ഭയങ്കര വെള്ളമായിരിക്കും. റോഡിലൊക്കെ തന്നെ നല്ല രീതിയിൽ ആ സമയത്ത് വെള്ളമായിരിക്കും. നമ്മൾ പല റീൽസിലും നേരിട്ടും ഒക്കെ തന്നെ നമ്മൾ ആ കാഴ്ച കണ്ടിട്ടുള്ളതാണ്. അപ്പോഴേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാണ് കേട്ടോ. മഴക്കാലത്ത് വരണം വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിന്റെ ആ പ്രൗഢി കാണണമെങ്കിൽ. ഇനി നമ്മൾ പോകുന്നത് അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ് കേട്ടോ. കുട്ടിക്കാനം എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് ആ വളവിന്റെ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് വേണം. അവിടെ ഒരു ടീ ഫാക്ടറി ഒക്കെ ഉണ്ട്. നമ്മുടെ മുമ്പിലായിട്ട് കാണാം നമുക്ക് ആ ടീ ഫാക്ടറി ഒക്കെ. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടുള്ള വഴിയിൽ ഏകദേശം ഒരു 2.5 കിലോമീറ്റർ
കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് 2.5 കിലോമീറ്ററോളം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അമ്മച്ചി കൊട്ടാരത്തിലെത്താം. പാതി വഴി നല്ലതാണ് കേട്ടോ, പാതി വഴി അടിപൊളി ഓഫ് റോഡൊന്നും അല്ലാതെ ഒന്നും തന്നെ പറയാനില്ല കേട്ടോ. ഇതേ നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിലേക്ക് പോകുന്നതിൻ്റെ എൻട്രി ഗേറ്റിൻ്റെ അവിടെ വന്നിരിക്കണം. ഇവിടെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് നേരിട്ട് തന്നെ അകത്തേക്ക് കയറി ചെല്ലാനായിട്ട് സാധിക്കുന്നത്. വണ്ടി പോകുന്ന വഴി ഇച്ചിരി ടാസ്ക്കാണ് കേട്ടോ, കല്ലും മണ്ണും വലിയ കരിങ്കല്ലും ഒക്കെ നിറഞ്ഞ ഒരു വഴിയിലൂടെ വേണം നമുക്ക് അമ്മച്ചി കൊട്ടാരത്തിലേക്ക് എത്താനായിട്ട്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് ഏകദേശം 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കൊട്ടാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അന്നത്തെ കാലത്ത് രാജാവിൻ്റെ പത്നിയെ അമ്മച്ചി എന്ന പദവിയിലാണ് അറിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ പത്നിക്ക് വേണ്ടി നിർമ്മിച്ച ഈ കൊട്ടാരം അമ്മച്ചി കൊട്ടാരം എന്നാണ് പിൻകാലങ്ങളിൽ പറയപ്പെടുന്നതും കരുതപ്പെടുന്നതും അറിയപ്പെടുന്നതും. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. ഇതേ നമ്മൾ അങ്ങനെ അമ്മച്ചി കൊട്ടാരത്തിന് മുമ്പിൽ എത്തിയിരിക്കണം കേട്ടോ. ഇന്നിത് ജീർണനാവസ്ഥയിലാണ് കേട്ടോ. കൊടും കാടിന് നടുവിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. നമ്മളെ പോലെ തന്നെ ധാരാളം ആളുകളാണ് അമ്മച്ചി കൊട്ടാരം കാണാനായിട്ട് ദിവസേന ഇവിടെ എത്തുന്നത്. അമ്മച്ചി കൊട്ടാരത്തിന്റെ സൂക്ഷിപ്പുകാരനായിട്ട് ധർമ്മലിംഗം എന്ന് പറയുന്ന ഒരാളുണ്ട് കേട്ടോ. അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കൊട്ടിയാൽ മതി ഈ വാതിലിൽ. അപ്പോൾ അദ്ദേഹം വരും, ദേ ഇവിടെ നിപ്പുണ്ട്. അവിടെ ഇവിടെ വന്ന് കൊട്ടി കഴിഞ്ഞാൽ അദ്ദേഹം വരും. നമുക്ക് ഇതിനകം അകത്ത് കയറി തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. ദേ 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കൊട്ടാരം ഇന്ന് ജീർണനാവസ്ഥയിൽ തന്നെയാണ്. അതേ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ കാണുന്ന ഇദ്ദേഹമാണ് ധർമ്മലിംഗം. ഇദ്ദേഹം നമ്മളെ കൊട്ടാരം ചുറ്റിക്കാണിക്കുകയും കഥകളൊക്കെ തന്നെ പറഞ്ഞു തരികയും ചെയ്യും. അപ്പോഴത്തെ ഇവിടുത്തെ കഥകളൊക്കെ തന്നെ കേട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നമ്മൾ ഇനി പോകുന്നത് പീലിക്കുന്നിലേക്കാണ്. ഈ വഴിയാണ് പീലിക്കുന്നിലേക്ക് പോകുന്നത്. നമ്മൾ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി അമ്മച്ചി കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയ ഗേറ്റാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പീലിക്കുന്നെത്തും. ഈ പീലിക്കുന്നിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മോശമായ വഴി തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, കല്ലും വലിയ വലിയ പാറ കഷ്ണങ്ങളും ചരലുകളും എല്ലാം നിറഞ്ഞ ഒരു ഓഫ് റോഡ് നമുക്ക് സമ്മാനിക്കുന്ന ഒരു വഴി എന്ന് വേണം പറയാൻ. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതുവഴിയാണ് പീലിക്കുന്നിലേക്ക് പോവേണ്ടത്. നമ്മൾ ഇതുവഴി ഈ മലയുടെ മുകളിൽ കയറിയിട്ട് പീലിക്കുന്ന് കാണാം. അപ്പോഴേ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. അങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ വളരെ മോശമായ വഴിയാണ്. അങ്ങനെ നമ്മൾ ഈ മലയുടെ മുകളിലേക്ക് എത്തി. നമ്മളുടെ മുമ്പിലായിട്ട് കാണുന്ന ഈ മലയാണ് പീലിക്കുന്ന് എന്ന് പറയുന്നത് കേട്ടോ. കോടയൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ഇരിക്കുന്ന മലയൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അത്ര മേല് അടിപൊളി ഒരു ആംബുലൻസ് ആയിരിക്കും ആ സമയത്ത് നമുക്ക് ലഭിക്കുന്നതെന്ന് വെച്ചാൽ. ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടത്. ഇതുവഴി നടന്നിട്ട് വേണം ആ മലയുടെ മുകളിലേക്ക് നമുക്ക് കയറാനായിട്ട്. അത്ര അതിമനോഹരമായ ഒരു സ്ഥലമാണ് പീലിക്കുന്ന് എന്ന് പറയുന്നത്. പീലിക്കുന്നിന് തൊട്ടടുത്തുള്ള മലയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ഒരു ടീ ഫാക്ടറി ഉള്ളത്. നമുക്ക് സമയമുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി കാഴ്ചകളൊക്കെ തന്നെ കണ്ടിട്ട് പോകാവുന്നതുമാണ്. നമ്മൾ ടീ ഫാക്ടറിയുടെ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. കുട്ടിക്കാനം ടൗണിന് തൊട്ട് താഴെയായിട്ടാണ് ഈ ടീ ഫാക്ടറി വരുന്നത് കേട്ടോ. നമുക്കിവിടെ സമയമുണ്ടെങ്കിൽ ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാവുന്നത് കൂടിയാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ കുട്ടിക്കാനം ടൗണിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് കുമളിക്കും ലെഫ്റ്റ് തിരിഞ്ഞ് കട്ടപ്പനയ്ക്കുമാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് കട്ടപ്പന റൂട്ടാണ് ഇപ്പോഴും പോകുന്നത്. ഇവിടെ നിന്ന് കട്ടപ്പനയ്ക്ക് 40 കിലോമീറ്ററും വാഗമണ്ണിലേക്ക് എത്താനായിട്ട് 25 കിലോമീറ്റർ ദൂരമാണ് കുട്ടിക്കാനത്ത് നിന്നുള്ളത്. കുട്ടിക്കാനത്ത് നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ പള്ളിക്കുന്ന് CSI ചർച്ചിലെത്താം. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ചർച്ചാണ് ഈ CSI ചർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാരുടെ കല്ലറകളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1869 ഈ ചർച്ച് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ചർച്ചിലേക്കുള്ള കവാടം കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേ വലിയ വലിയ മരങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ചർച്ചിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. എത്ര മനോഹരമായ ഇതാണ് ചർച്ച് വരുന്നത്. എത്ര മനോഹരമായ ചുറ്റുപാടാണ് നമുക്ക് ചുറ്റുമുള്ളതെന്ന് നിന്ന് നോക്കിയേ. ഇവിടെ ഏറെ സമയം നമുക്ക് ഇരുന്ന് വിശ്രമിച്ച് കാഴ്ചകൾ ഏറെ കണ്ട് ആസ്വദിച്ച് നമുക്ക് മടങ്ങാം. അവിടെയെല്ലാം തന്നെ സെമിത്തേരികളൊക്കെ തന്നെ നമുക്ക് കാണാം. ഇവിടുത്തെ സെമിത്തേരിക്കും പ്രത്യേകതയുണ്ട് കേട്ടോ. അതൊക്കെ തന്നെ വഴിയാണ് പറഞ്ഞുതരാം. ഇവിടെയുള്ളതെല്ലാം ബ്രിട്ടീഷ് സെമിത്തേരികളാണ്. ഇവിടെ എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പഴയൊരു പള്ളിയാണ് കേട്ടോ. അന്ന് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ച പള്ളി കൂടിയാണ് ഇത്. കുട്ടിക്കാനത്തെ ഒരു ഹിഡൻ സ്പോട്ട് കൂടിയാണ് കേട്ടോ ഈ CSI ചർച്ചും ഇതിലെ സെമിത്തേരിയും എന്നൊക്കെ പറയുന്നത്. ഇപ്പം എല്ലാവരും അറിഞ്ഞ് കേട്ട് വരുന്ന ഒരു ഇടം കൂടിയാണ് കേട്ടോ. ഇതെല്ലാം തന്നെ ഉണ്ടല്ലോ പണ്ടത്തെ പഴയ കാലത്തെ ബ്രിട്ടീഷ് കല്ലറകളാണ് നമ്മൾ ഈ കാണുന്നത്. അന്ന് ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ മരിച്ചുകൊണ്ട് ഇവിടെ അടക്കിയിട്ട് പോവുകയാണല്ലോ ചെയ്തത്. അപ്പോൾ അവരുടെ കല്ലറകളൊക്കെയാണ് നമ്മൾ ഈ കണ്ടത്. ഇവിടുത്തെ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കല്ലറകൾ മനുഷ്യരുടെ കല്ലറകൾ മാത്രമല്ലുള്ളത്. ഒരു എന്താ പറയണ്ടേ കുതിരയുടെ കല്ലറയും കൂടെ ഉണ്ട്. അവ നമുക്ക് കാണാം. അതായത് ഈ പള്ളിയുടെ നേരെ ഫ്രണ്ടിലായിട്ട് അവിടെയായിട്ടാണ് ആ കല്ലറ വരുന്നത്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് കാണാം. ഞാൻ പറഞ്ഞില്ലേ ഒരു കുതിരയുടെ കല്ലറയുണ്ടെന്ന്, അത് ഇതാണ് കേട്ടോ. ഇവിടെയാണ് കുതിര അടക്കിയിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മൾ ആ പള്ളിയുടെ മുമ്പിൽ നിന്നുള്ള വ്യൂ കിട്ടുന്നത്. ഇതെല്ലാം തന്നെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരുടെ ഒക്കെ തന്നെ
സെമിട്രിയാണ്, അതുപോലെ തന്നെ ശവകുടീരങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ ഇനി കുട്ടിക്കാനം ടൗണിലേക്ക് എത്തുക. കുട്ടിക്കാനം ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ കുമളി റൂട്ടിൽ സഞ്ചരിക്കും എന്നുണ്ടെ തട്ടത്തിക്കാനം പൈൻ ഫോറസ്റ്റ് ആണ്. അതിന് മുമ്പിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ കയറണമെങ്കിൽ എൻട്രി ഫീസ് ഒക്കെ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ കയറി കാഴ്ചകൾ കണ്ടിട്ട് വരാം. നല്ലൊരു വൈബ് സമ്മാനിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പൈൻ ഫോറസ്റ്റ്. ഉണ്ടോ, എന്തൊരു ആംബിയൻസ് ആണെന്ന് നോക്കിക്കുക. നേരത്തെ ഇവിടെ ഒന്നും എൻട്രി ഫീസ് ഒന്നും ഇല്ലായിരുന്നു പണ്ടൊക്കെ. ഇപ്പോഴും എൻട്രി ഫീസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഓഫീസാണ്. ഇവിടെ നിന്നിട്ട് നമുക്ക് എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് വേണം പൈൻ ഫോറസ്റ്റിന് ഉള്ളിലേക്ക് കയറാനായിട്ട്. ഇപ്പം വേനൽക്കാലം ആയതിനാൽ മരങ്ങൾക്കൊക്കെ ഒരു ചുമന്ന കളറാണ് കേട്ടോ. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. നോക്കിക്കുക, എത്ര മനോഹരമായ കാഴ്ച. താഴെയായിട്ട് ഇതാണ് ഓഫീസ് വരുന്നത്. താഴെയായിട്ടാണ് ഓഫീസ് വരുന്നത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം കയറാനായിട്ട്. ഇതൊക്കെ ഉണ്ടോ, പടികളൊക്കെ തന്നെ മരം കൊണ്ട് ചെളി കൊണ്ടൊക്കെ നിർമ്മിച്ചേക്കുന്നത്. അവിടെയായിട്ട് നമുക്ക് വണ്ടിയൊക്കെ തന്നെ വെക്കാനായിട്ട് സാധിക്കും. അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടുത്തെ കാഴ്ചകൾ അവിടെ നിന്നും ആസ്വദിക്കാനായിട്ട് സാധിക്കും. കേരള വനം വന്യജീവി വകുപ്പ് സന്ദർശന സമയം വരുന്നത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. കുട്ടികൾക്ക് 15 രൂപയും മുതിർന്നവർക്ക് 30 രൂപയാണ് ടിക്കറ്റിനാകുന്നത്. ക്യാമറയ്ക്ക് 100 രൂപയൊക്കെ ആകും കേട്ടോ. അവിടെ നമ്മുടെ വണ്ടി അവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കഫേ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ട്, ആ റോഡിൻ്റെയൊക്കെ വ്യൂ ഉണ്ട്, അതിമനോഹരമായ കാഴ്ചയാണ്. ഒരു KSRTC ബസ്സൊക്കെ വരുന്നത് സൂപ്പറാണ്. ഇതാണ് ഞാൻ പറഞ്ഞൊരു കഫേ കേട്ടോ. ഇത് ഫോറസ്റ്റിൻ്റെ തന്നെ കഫേയാണ്. അപ്പോൾ ഇവിടെ ഇന്ന് നമുക്ക് ചായയൊക്കെ കുടിക്കാം. എത്ര മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് അല്ലേ. കോടയൊക്കെയുള്ള സമയത്താണ് വരുന്നെങ്കിൽ അടിപൊളി ഒരു ആംബിയൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. പൈൻവാലിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് ചാർലി സിനിമയിൽ വട്ടവടയാണെന്ന് പറഞ്ഞ് കാണിക്കത്തില്ല, ആ ലൊക്കേഷനിലേക്കാണ്. ചാർലി കുളം കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. കുട്ടിക്കാനത്ത് നിന്ന് ഏകദേശം ഒരു 12-13 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ചാർലി കുളത്തിലേക്ക് എത്താനായിട്ട്. ഗൂഗിൾ മാപ്പിൽ ലാൻഡ്രം ചാർലി ഫിലിം ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ നമുക്ക് കിട്ടും. നമ്മളിപ്പം പരുന്തുംപാറയ്ക്ക് പോകുന്ന റൂട്ടിലാണ് നിൽക്കുന്നത്. കല്ലറ ജംഗ്ഷനിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. ഇവിടുന്ന് നേരെയാണ് നമ്മൾ പോകുന്നത്. റൈറ്റിലോട്ടാണ് പരുന്തുംപാറയ്ക്ക് പോകുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെയാണ് ചാർലി കുളത്തിലേക്ക് പോകുന്നത്. കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, പഴയ പാമ്പനാർ ബ്രിഡ്ജ് ഉണ്ട്. ഇത് കയറി ഇറങ്ങിയിട്ട് നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ലെഫ്റ്റിലേക്ക് കയറി റൈറ്റിലേക്ക് തിരിയണം. അപ്പോഴേ നമ്മൾ പാലം കയറി ഇറങ്ങിയിട്ട് ഈ ജംഗ്ഷനിൽ വന്നിട്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് ഈ കാണുന്ന റൈറ്റിലേക്ക് വേണം നമുക്ക് പോകാനായിട്ട്. ചാർലി ഫിലിം ലൊക്കേഷനിലേക്ക് നമുക്ക് പോകാനായിട്ട്. ഇവിടെ തന്നെ ഉണ്ടല്ലോ വേറെ ഒരു പൊളിഞ്ഞ ബിൽഡിങ് നമുക്ക് റോഡിൽ കൂടെ വരുമ്പോൾ, മെയിൻ റോഡിൽ കൂടെ വരുമ്പോഴേ കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന ബിൽഡിങ് നമുക്ക് റോഡിൽ കൂടെ വരുമ്പോഴേ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് പഴയ കാലത്തെ എന്തോ കെട്ടിടമോ വലിയ തേയില ഫാക്ടറിയോ മറ്റെന്തോ ആയിരുന്ന ഒരു ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് കേട്ടോ. പണ്ട് കാലത്തെയാണ്. ഇതൊക്കെ നമുക്ക് ഈ വഴിയിൽ വരുമ്പോഴേ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മളൊരു ചെറിയൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടേക്ക് വാഹനങ്ങളൊന്നും തന്നെ അവർ കടത്തി വിടത്തില്ല. അപ്പം നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ട്, ഇവിടെ എവിടെയെങ്കിലും ഒതുക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കി വെച്ചിട്ടാണ് ഇനി ഈ എസ്റ്റേറ്റിൻ്റെ അകത്തൂടെ കയറി പോകേണ്ടത്. ഇവിടുന്ന് നടന്ന് ഏകദേശം ഒരു 300 മീറ്റർ നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. 300-400 മീറ്റർ നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ചാർലി സിനിമയിലെ ആ ലൊക്കേഷനിലേക്ക് എത്താനായിട്ട്. അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത്. തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. എത്ര അതിമനോഹരമായ അനുഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതെന്നറിയാം. അത്രയ്ക്കുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ ഏറെയും പറയാം. ഇവിടുന്ന് നമ്മൾ നേരെയാണ് പോകുന്നത് കേട്ടോ. നേരത്തെ ഇതുവഴിയൊക്കെ വാഹനങ്ങൾ കടത്തി വിടുമായിരുന്നു. ഇന്ന് ഇപ്പോൾ ഇവിടെ വാഹനങ്ങളൊന്നും തന്നെ കടത്തി വിടുന്നില്ല കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേ 2 വഴിയായിട്ട് തിരിയും. ഇത് മേളിലോട്ടും താഴോട്ടും. ചാർലി കുളത്തിലേക്ക് പോകുന്ന വഴി ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ നടത്തത്തിന് ശേഷം ചാർലി സിനിമയുടെ ആ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. വേനലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകൾ വളരെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. കുളത്തിലൊന്നും തന്നെ വെള്ളം കാണാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ. വെള്ളമൊന്നുമില്ല, വറ്റി വരണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. എന്നിരുന്നാലും എത്ര മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കിക്കുക. നമ്മൾ വന്നത് വെറുതെ ആയില്ല കേട്ടോ. മഴക്കാലത്താണ് നമ്മൾ വരുന്നതെങ്കിൽ ഈ കുളത്തിലെല്ലാം തന്നെ ഇരു സൈഡിലും വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന കാഴ്ചയൊക്കെ അത്ര അതിമനോഹരമായ കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നത് മഴക്കാലത്താണ്. വേനലായതുകൊണ്ട് ഇരു സൈഡിലെ കുളങ്ങളൊക്കെ തന്നെ വറ്റി വരണ്ട് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെയാണ് നമ്മുടെ ചാർലി സിനിമയിൽ വട്ടവടയാണെന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് ആ ലൊക്കേഷന് ചിത്രീകരിച്ചിരിക്കുന്നത്. എത്ര അതിമനോഹരമായ സ്ഥലമാണെന്ന് നോക്കിയേ. ചുറ്റും നോക്കിയേ, ഇരു സൈഡുകളിലായിട്ട് നമ്മുടെ ചുറ്റും തേയിലത്തോട്ടങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുളവും അതിൻ്റെ ഇടയിലായിട്ട് ഒരു നടപ്പാതയും അവിടെ മരങ്ങളും ഒക്കെ നിൽക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ കുളമാണെങ്കിലും വറ്റി വരണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കുളത്തിൻ്റെ നടുക്കൂടുള്ള വരമ്പിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇതുവഴി വാഹനങ്ങളൊക്കെ നേരത്തെ കടത്തി വിടുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മളുടെ വാഹനങ്ങളൊന്നും തന്നെ കടത്തി വിടത്തില്ല. എസ്റ്റേറ്റ് വാഹനങ്ങൾ മാത്രമേ ഇവിടെ കടത്തി വിടത്തുള്ളൂ. കണ്ടോ, അതിന് കാരണം ഇവിടെ വരുന്നവരൊക്കെ തന്നെ മദ്യക്കുപ്പികളൊക്കെ തന്നെ കുടിച്ചിട്ട് ഒക്കെ തന്നെ ഇവിടെയൊക്കെ പൊട്ടിച്ചിടുകയൊക്കെ
ഒക്കെ ചെയ്തുകൊണ്ടാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോഴേ ഇവിടുത്തെ കാഴ്ച ഏറെ ആസ്വദിച്ചിട്ട് ഇനി നമ്മൾ പോകുന്നത് നേരെ പരുന്തുംപാറയിലേക്കാണ്. പരുന്തുംപാറയിൽ എത്താത്തവരായിട്ടും വരാത്തവരായിട്ടും ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. കണ്ണടച്ചു വിട്ട പരുന്തുംപാറ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു റൂട്ട് കൂടിയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ അവസാനത്തെ 8ാമത്തെ സ്ഥലത്തേക്ക് ആയ പരുന്തുംപാറയിലേക്കാണ് ഇനി പോകുന്നത്. അതിമനോഹരമായ സായാഹ്ന കാഴ്ചകൾ ഏറെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇടം കൂടെയാണ് പരുന്തുംപാറ. അങ്ങനെയുണ്ടല്ലോ നമ്മൾ പരുന്തുംപാറയിൽ എത്തിയിരിക്കുന്നത്. എത്ര അതിമനോഹരമായ ദൃശ്യമാണ് നമ്മൾ കാണാൻ പോകുന്നതെന്ന് അറിയാമോ. സൂര്യൻ അസ്തമിക്കാറായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കോടയൊക്കെ മൂടിയ മലനിരകൾക്കിടയിൽ സൂര്യൻ അസ്തമിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന കാഴ്ച. അതിമനോഹരമായ കാഴ്ചയാണ് പരുന്തുംപാറ നമുക്ക് സമ്മാനിക്കുന്നത്. കുട്ടിക്കാനത്തും വാഗമണ്ണും ഒക്കെ വരുന്നവർ പരുന്തുംപാറ സന്ദർശിക്കാതെ മടങ്ങത്തില്ല അല്ലേ. അത്രയ്ക്ക് നമ്മളെ സ്വാധീനിച്ച ഒരു ഇടം കൂടെയാണ് പരുന്തുംപാറ. നമ്മളിപ്പോൾ നിൽക്കുന്നിടത്തു നിന്ന് നേരെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് അതുവഴി അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ പാറയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ 360 ഡിഗ്രിയിൽ നല്ല രീതിയിലുള്ള വ്യൂ നമുക്ക് കിട്ടും. നമ്മൾ വേനൽക്കാലത്താണ് വന്നിരുന്നതെന്ന് ഞാൻ ഉടനീളം പറഞ്ഞുവല്ലോ. എന്നിരുന്നാൽ പോലും ഉണ്ടല്ലോ ആ ചൂട് ലെവൽ ലേശം നമുക്ക് അറിയാനായിട്ടേ സാധിക്കുന്നില്ല. ഇവിടെ വന്നുകൊണ്ട് നല്ല രീതിയിൽ നല്ല തണുത്ത കാറ്റ് തന്നെയാണ് ഇവിടെ അടിക്കുന്നത്. അത്രയ്ക്ക് മനോഹരമായ ഒരു ഇടം കൂടെയാണ് പരുന്തുംപാറ. നമ്മളുടെ യാത്ര ഇന്ന് ബൈക്കിനായിരുന്നാൽ നമുക്ക് കുട്ടിക്കാനത്തുള്ള ഒട്ടുമിക്ക എല്ലാ സ്പോട്ടുകളും കവർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്നതും എനിക്കറിയാവുന്നതുമായിട്ടുള്ള ഒട്ടനവധി നിരവധി സ്പോട്ടുകൾ നമ്മുടെ കുട്ടിക്കാനത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട് അല്ലേ. അവയൊക്കെ തന്നെ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.